എന്താടാ ഇവിടെ ഉത്സവമാണോ നടക്കുന്നത്? ഇത്ര ശബ്ദത്തിൽ പാട്ട് വെച്ചിരിക്കുന്നു. മണ്ടന്മാര് എന്തോ കേടാ. മനോജേ, പറയട്ടാ. ഇന്ന് 8 ലോഡ് പോകേണ്ടതാണ്. വേഗം പണി നോക്ക്. ആ ഓക്കെ ഏട്ടാ. സാർ ഇപ്പം അറ്റാക്ക് ചെയ്യുന്നതാണ് നല്ലത്. സാറേ, ഈ സ്ഥലം സാറിന് പരിചയമുള്ള ഏരിയ തന്നെയല്ലേ? നിങ്ങളുടെ സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ ഇത്. സാർ അകത്തുണ്ട്. സാർ ഇവരാണ് സാർ. പോലീസ് ഓടിക്കോ. നടക്കാം ഇങ്ങോട്ട്. സാർ അതല്ല സാർ, നടക്കാം. എല്ലാരും മുട്ടുത്തിരുന്നേ. മുട്ടുകുത്തരാൻ പറഞ്ഞേ. എല്ലാരും കൈയിട്ട് കയ്യെ തലയിൽ കെട്ടറാ. പറയുന്നത് കേൾക്കാൻ പാടില്ല. എന്താടാ, കള്ളച്ചാരായ മാറ്റാതിരിക്കാനല്ലേ ഗവൺമെന്റ് അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്? അത് കള്ളത്തരത്തിലുണ്ടാക്കിയ എല്ലാ കുടിയന്മാരെയും കൊല്ലാൻ നോക്കുകയാണല്ലടാ. സാർ, ഗവൺമെന്റിന്റെ സാധനത്തിനേക്കാൾ ഞങ്ങളുടെ സാധനമാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് കടക്കാരാണ് ഞങ്ങളോട് എക്സ്ട്രാ ലോഡ് ചോദിക്കുന്നത് സാർ. പക്ഷെ നിങ്ങളോ അത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവമാനിക്കുകയാണ് സാർ. സാർ, ഇഷ്ടം പോലെ ഓർഡർ വന്നോണ്ടിരിക്കുകയാണ് സാർ. ഈ സമയത്ത് വന്നിട്ട് ഞങ്ങളോട് കഥ പറഞ്ഞോണ്ടിരുന്നിട്ട് എന്തിനാ? എന്തായാലും നിങ്ങൾ കാശ് വാങ്ങി കോംപ്രമൈസ് ചെയ്യുമെന്ന് ഉറപ്പാ. പോലീസുകാരെ എതിർത്ത് സംസാരിക്കാൻ മാത്രം ധൈര്യം ഉണ്ടല്ലേ നിനക്ക്? നിങ്ങൾ അടിക്കുന്ന ഓരോ അടിക്ക് ഞാൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് 1000 രൂപ വെച്ച് വാങ്ങും സാർ. ഞാൻ സംസാരിക്കുന്നത് തന്നെ നിങ്ങൾ അടിക്കാൻ വേണ്ടിയായിരിക്കും. ആരാടാ നിന്റെ മുതലാളി? സാർ, നിങ്ങളെ ഒഴിച്ച് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ബാക്കിയുള്ള എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം സാർ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് ആരാടാ? നിങ്ങൾ ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് വരും സാർ. എടാ എഴുന്നേക്കടാ. സാറേ, എല്ലാവരോടും ഇത് തോളിലെടുത്ത് വെച്ചിട്ട് നടക്കാൻ പറ. ശരി സാർ. വാ വാ. സാർ, ഓണർ ഇയാളാണ്. ACP സാർ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഞാൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് തരുന്ന പണം എണ്ണി തീർക്കാൻ വേണ്ടി നോട്ടെണ്ണുന്ന മെഷീൻ വാങ്ങിക്കൊടുത്ത ആളാ ഞാൻ. എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് എന്റെ ആളുകളെ പിടിച്ചോട്ട് പോകാൻ നോക്കുന്നു. ആ നിൽക്കുന്ന ചേട്ടനുണ്ടല്ലോ, കഴിഞ്ഞ മാസം ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുത്തത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താണോ? അപ്പൊ ഇവര് പറഞ്ഞ മുതലാളി നിങ്ങളാണ്. നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ആളെ എന്തെങ്കിലും ചെയ്താൽ തെറ്റാ. കാരണം ഡിപ്പാർട്ട്മെന്റിന് പൈസ കൊടുക്കുന്നതല്ലേ. അപ്പൊ നിന്നെ കൊണ്ടായ എല്ലാവരും പേടിക്കും. ഞാനും എന്റെ ആൾക്കാരൊന്നും പേടിക്കുന്നവരല്ല. നിങ്ങൾക്കായിരിക്കും നിർത്താതെ കോള് വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ തന്നെ 30 ബ്രാഞ്ചിലാണ് ഞാൻ ഈ ബിസിനസ് നടത്തുന്നത്. ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും കിട്ടുന്ന ലാഭത്തിൽ നിന്ന് 50% ഞാൻ കൊടുക്കുന്നത്. അവർക്കൊരു പാർട്ട്ണർഷിപ്പ് പോലെ. ഞാൻ ഉള്ളിൽ പോയാ അവർക്കായിരിക്കും ക്ഷീണം സംഭവിക്കുക. എന്താ നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നോടാ? നടക്കണം. നീ എത്ര നാളെ നടക്കും? ഞാൻ ആരാ എന്താന്നറിയാതെ കളിക്കാൻ നിൽക്കുകയല്ലേ? എല്ലാ അകത്തേക്ക് കയറ്റി വെക്കേ. കള്ളച്ചാരായ ഉണ്ടാക്കി വിൽക്കുന്ന ഇവൻ നഗരത്തെ സംരക്ഷിക്കുന്ന പോലീസുകാരുടെ മുഖത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയണമെങ്കിലേ നിങ്ങളെപ്പോലെ ഇവൻ തരുന്ന എച്ചിൽ വാരി വിഴുങ്ങുന്നോണ്ടാ. സാറേ, നിങ്ങളുടെ ഏരിയയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ലിക്കർ ഫാക്ടറി ഞാൻ പോയി കണ്ടുപിടിക്കേണ്ടി വന്നു. ഒന്ന് പോ നോക്ക് സാറേ. പിന്നെ ഇതുവരെ എല്ലാ കേസും അവന്റെ പേരിൽ ചാർജ് ചെയ്യും. ഇവരൊക്കെ കോർട്ടിൽ ഹാൻഡ് ഓവർ ചെയ്ത് കസ്റ്റഡിയിൽ ഞാൻ തന്നെ എടുത്തോളാം. സതീഷ് സാർ, തനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ഓക്കെ സാർ. നിങ്ങൾ സിറ്റി മൊത്തം ഒന്ന് സെർച്ച് ചെയ്തിട്ട് വീട്ടിലേക്ക് പോയിക്കോ. ശരി സാർ, ഞാൻ നോക്കിക്കോളാം.